അപ്പൊ ലാലേട്ടൻ ആ ഡയലോഗ് ഇങ്ങനെ അത് മുന്നോടക്കിയ 1000 ലൈറ്റ് ഹൗസോ മോനെ എന്തോ ഇങ്ങനെ ചോദിച്ചു. നല്ല കമലഹാസൻ സാർ ലാലേട്ടനെ പറ്റി നമ്മൾ യൂട്യൂബിൽ കാണിച്ചു കൊടുത്തു. ലാലേട്ടനെ പറ്റി ഇങ്ങനെ 1000 ലൈറ്റ് ഹൗസോ പുള്ളി ഇങ്ങനെ ഒരു നോട്ടോ നമ്മളെല്ലാരും ഇങ്ങനെ മാറി ഇങ്ങനെ ഇടയ്ക്കിടക്ക് പുള്ളി. അപ്പൊ പുള്ളിക്കൊക്കെ മനസ്സിലായിട്ട് അവരൊക്കെ അത് ഉൾക്കൊണ്ട് ചിരിച്ച് എൻജോയ് ചെയ്താൽ ചെയ്തിട്ടുള്ളത്. കാരണം ലാലേട്ടൻ അങ്ങനെ ഭയങ്കര പ്രാക്ടീസ് ഒന്നും വേണ്ട, അതായത് രണ്ടോട്ട സ്റ്റെപ്പ് അടിച്ച് ഓക്കെ മോനെ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ അയാൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓഫ് കോഴ്സ് നമ്മള് ചിലപ്പോ എന്തെങ്കിലും അയാൾ പറയുന്ന ഒരു കാര്യമെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉൾക്കൊണ്ടിട്ടായിരിക്കും നമ്മുടെ അടുത്ത സിനിമ ചെയ്യാം. നമ്മള് സിനിമ ചെയ്യാൻ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ആരെയും ഉപദ്രവിക്കാനല്ലോ. നമ്മളിപ്പോ കഷ്ടപ്പാടുവരാണെങ്കിൽ കുറെ പറയണം, കഷ്ടപ്പാട് ഇപ്പൊ ആൾക്കാർ കേൾക്കണ്ട, അതൊന്നും അല്ല പറയുന്നില്ല. പക്ഷെ എന്തായാലും നമ്മളിതില് തിയേറ്ററിലുള്ള സിനിമയാണ് ആൾക്കാർക്ക് ആകെ കാണാനുള്ളത്. അത് തന്നെ കണ്ടോളൂ. അപ്പൊ ലാലേട്ടൻ വരുന്നതിന് മുമ്പ് തന്നെ ദിലീപേട്ടൻ ഒരു 5 മിനിറ്റ് നേരത്തെ വരും. അപ്പൊ വന്ന് സ്റ്റെപ്പൊക്കെ റെഡിയാക്കി ദിലീപേട്ടൻ പക്കെടുത്ത് നിൽക്കും. ലാലേട്ടൻ വരുമ്പോ ദിലീപേട്ടൻ മറ്റേ ക്ലാസ്സിൽ ഫസ്റ്റ് ആയ മാതിരി ഞാൻ റെഡിയാ. ലാലേട്ടൻ കൂടെ എന്തെങ്കിലും കളിച്ചാൽ മതി. വക്കീല് ഹ്യൂമർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ 3 വക്കീലല്ലാതെ വേറെ ഒരു വക്കീല് പെട്ടെന്ന് വരില്ല. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ 3 ആ ഒരു സോഡയൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നത്. ഇപ്പൊ വിനീതേട്ടൻ്റെ അടുത്തും ധ്യാനേട്ടൻ്റെ അടുത്തും പറയാൻ നമുക്ക് ആ ഒരു ഇതിന്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ അവർ നമ്മളെ കൂടെയുള്ള ആൾക്കാരാണ്. അവർ ആ സെൻസിൽ എടുക്കും. നമ്മൾ ആ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരായതുകൊണ്ട് മാത്രമാണ് നമുക്ക് അവർ രണ്ടുപേരുള്ള ഇന്റർവ്യൂസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. വേറെ ഒരാളാണ് എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ ചെയ്യുന്നത്. അവര് റെഡിയാണ് അത് ചെയ്യാൻ. അവരുടെ റിയൽ ലൈഫിൽ അവർ അത്തരത്തിലൊരു കാര്യത്തെ കുറിച്ച് അങ്ങനെ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവർക്കൊക്കെ അറിയാവുന്നതല്ലേ, അവരൊന്നും കോണ്ടെക്സ്റ്റ് വിട്ടിട്ട് അത്തരത്തിലൊരു രീതിയിൽ ഒരു കാര്യത്തെ സ്ക്രീനിൽ വന്ന് ഡീൽ ഒന്നും ചെയ്യുന്ന ആൾക്കാരും അല്ല, നമ്മൾ അങ്ങനെ എഴുതുന്ന ആൾക്കാരും അല്ല, പുള്ളിയാർ സിനിമ എടുക്കുന്ന ആളും അല്ല. ഇപ്പൊ ലാലേട്ടൻ എടുക്കുന്നോ പറഞ്ഞല്ലോ, വിജയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നത്, വിജയ്ക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകും. പുള്ളി ഈ സിനിമ കറക്റ്റ് മനസ്സിലാക്കി ഈ സിനിമയുടെ കൂടെ നിന്നിട്ടുള്ള ആളാണ്. കെട്ടുറപ്പുള്ള ബന്ധങ്ങൾക്ക് ചാവറ മാട്രിമണിയിൽ രജിസ്റ്റർ ചെയ്യൂ.